പ്രകൃതിയിലുള്ളതെല്ലാം ഒരേപോലെ ആയിരുന്നെങ്കിലും തിരകളും തീരങ്ങളും മലകളും പുഴകളുമെല്ലാം ഒരേപോലെ ആയിരുന്നെങ്കിൽ ഓരോ യാത്രയിലും വൈവിധ്യം തേടുന്ന നമ്മൾ നമുക്കിടയിലെ വൈവിധ്യത്തെ വൈകല്യമായി കാണുന്നു. മുളു മുളു അത് നോക്കി മുളു ആ ചെടയിൽ എന്താ നോക്ക് മുളു മുളു ആ ചെടകയിൽ എന്താ നോക്ക്. ഞാൻ കൊടുത്തു നോക്കാം. മോളെ മോളെ ഇത് റാബിറ്റ്. ഹായ് നോക്കി റാബിറ്റ്. ഞാൻ ചായ എടുക്കാം. ഇഷ്ടമായോ മോളു? ഇഷ്ടമായോ? കരയണ്ട കരയണ്ട വാ ഒന്നുമില്ല വാ വാ. ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങു നീ, ആകാശത്തു ഞാലാടു നീ, കാണാക്കിന കണ്ടുറങ്ങു നീ. ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങൂ നീ. സി മിസ്റ്റർ ആനന്ദ്, നിങ്ങൾ ഈ പറഞ്ഞ സെൻസറി കോർണറും ബിഹേവിയർ തെറാപ്പിയും എക്സ്ട്രാ സ്റ്റാഫ്സുമൊക്കെ സാധാരണ സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല, അതും ഒരാൾക്ക് വേണ്ടി മാത്രം. സർ, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ ഇത് എൻ്റെ മോളൊരാൾക്ക് വേണ്ടി മാത്രമല്ല, എന്നെ പോലുള്ള ബാക്കിയുള്ള പാരൻസിനും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആനന്ദ്,
നിങ്ങളുടെ കൺസേൺ നിങ്ങളുടെ മകൾ മാത്രമാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇതുപോലെ ഡിസേബിളായ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നാട്ടിൽ സ്പെഷ്യൽ സ്കൂളുകളുള്ളത്. ഒരുപക്ഷെ ആനന്ദ് പറഞ്ഞ പോലെ മകളുടെ കാര്യം മാത്രമല്ല എങ്കിൽ ഈ പ്രസൻറ്റേഷനും കൊണ്ട് അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാകും. ഈ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത പാരൻസിനെങ്കിലും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. എനിത്തിങ് എൽസ് ആനന്ദ്? നോ സർ, താങ്ക് യു. എടാ, ഞങ്ങളുണ്ടാവില്ല. നിനക്കറിയാലോ മോളുടെ കാര്യം. അവൾക്ക് ഈ ആളും പാവളൊക്കെ വലിയ പാടാ. ഇനിയിപ്പോൾ ഞങ്ങളെങ്ങാനും വന്ന് മോളെങ്ങനെ അപ്സെറ്റായ ആ പാർട്ടി മൊത്തം കുളവും. അതേതായാലും വേണ്ട. ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഇറങ്ങാം. പിന്നെ ആമിയോട് എൻ്റെ ബർത്ത്ഡേ വിഷസ് എന്തായാലും പറയാം. എടാ, ആമിയോടുള്ള ബർത്ത്ഡേ വിഷസ് നീ വരുമ്പോൾ നീ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. എടാ, എല്ലാ പരിപാടിക്കും നീ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ഒഴിയാറില്ലേ? അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഞായറാഴ്ച ഫാമിലി ആയിട്ട് കൊണ്ട് വന്നേക്കണം കേട്ടല്ലോ വർഷേ. അതല്ല കാര്യം. എടാ, ഏതല്ലെന്ന്? എടാ, നിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ ഇത്ര നിർബന്ധിക്കുന്നതല്ലേ, നീ എക്സ്ക്യൂസ് ഒന്നും പറയരുത്. നീ വരണ വഴിയാ. ശരി, നോക്കാം. ഓക്കെ, ഞാൻ ഞാൻ ആയിക്കോട്ടെ. നിങ്ങളൊരു 6 മണി കഴിയുമ്പോൾ എത്തിയാൽ മതി. സുജ വിളിച്ചോളൂ. ഓക്കെ, മാസം ആദ്യമായിട്ട് ബാങ്കിൽ വന്ന് തിരക്ക്. അപ്പം ശരി. ഋതുമോളെ, ആമി ചേച്ചിയുടെ ബർത്ത്ഡേക്ക് വന്നേക്കണം കേട്ടോ. സൂമത്തുണ്ടല്ലോ. എന്നാ ശരിയടാ. ദേ നോക്കിയേ, കുളിക്കാം. കുളിക്കാം മോളെ നമുക്ക്. ദേ നോക്കിയേ, കുളിക്കാം. ഋതു നോക്കിക്കേ, ദേ കുളിക്കാം. കുളിക്കാം നമുക്ക്. വന്നേ വാ, കുളിക്കാം. നീ ഉറങ്ങിയോ? ഇല്ല. നീ നമ്മുടെ മാത്യൂസിന്റെ മോൻ്റെ ബാപ്റ്റിസ്റ്റിന് പോയി ഓർക്കുന്നുണ്ടോ? ഈ ഇറിറ്റേറ്റഡ് സിമ്പതി എന്ന് പറയുന്ന കാര്യം അതുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏതാണ്ട് അതുപോലത്തെ ഒരു ഭാവമായിരുന്നു അന്ന് എല്ലാവരും പോകും. എനിക്കതുപോലെയൊക്കെ ആവുന്നു. അതെനിക്കറിയില്ല. പക്ഷെ അന്ന് മോള് കരഞ്ഞു വീർപ്പിച്ചതിനേക്കാൾ കൂടുതൽ അന്തേട്ട സോറി പറഞ്ഞ് വീർപ്പിച്ചിട്ടുണ്ട്. അവരതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കുമോ? പക്ഷെ എന്തോ എനിക്ക് പോവാനൊരു മടി. അന്തേട്ടാ, നമ്മളവളെ പൊതിഞ്ഞു പിടിക്കുന്നതോറും ഇല്ലാണ്ടാവുന്ന ഉള്ള അവസരങ്ങൾ അവൾക്ക് എല്ലാവരും വേണ്ടേ? അവക്കും വേണ്ടേ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ? സുജ വിളിച്ചായിരുന്നു? അവളിപ്പോ ബ്രാഞ്ച് മാനേജറായില്ലേ? അവളുടെ അഡ്മിഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ. നമുക്ക് ഈ ലീവ് എടുക്കലൊക്കെ ഒന്ന് നിർത്താം.
ആനന്ദേട്ടൻ കിടന്നുറങ്ങാൻ നോക്ക്, മോളെണിക്കും. ഹലോ, മോർണിംഗ് സർ. മോർണിംഗ് ആനന്ദ്. ആനന്ദ് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് ഞാൻ മാനേജറും ഡിസ്കസ് ചെയ്യായിരുന്നു. സാറ് വില്ലിംഗ് ആണ്. ബട്ട് വൺ കണ്ടീഷൻ, പാരൻസ് ഒരാൾ കുട്ടിയുടെ കൂടെ എപ്പോഴും കാണണം, ഒരു ഷാഡോ ടീച്ചർ എന്ന പോലെ. ഇതാര് വേണമെന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ സർ, ഞാൻ വൈഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് സാറിന് തിരിച്ചു വിളിക്കാം. ഓക്കെ ആനന്ദ്. ഓക്കെ സർ. മോളു 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 ഞാൻ നോക്കിയേ. മോളു നോക്കിയേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മോളു മോളു ഞാൻ നോക്ക്. മോളു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബാ. മോളു ഞാൻ നോക്കിയേ. മോളു മോളു നോക്ക്. മോളു ബാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് കളിക്കാം, ബാ. ഇത് കഴിച്ചേ, ഇത്രയും കൂടി കഴിച്ചാൽ മതി, ബാ കഴിക്കേ. മോളു ബാ, മോളു കളിക്കുമോളൂ, ഇത്തിരി കൂടി അല്ലേ ഉള്ളൂ. ഇതും കഴിക്കും പ്ലീസ്, വാ കഴിക്കേ. മോളൂ കഴിച്ചേ. മോളൂ വാ. ഹലോ സർ, മോർണിംഗ്. മോർണിംഗ് ആനന്ദ്. സോറി ടു ഇൻഫോം, നമ്മുടെ അഡ്മിഷൻ നടക്കില്ല. പാരൻസിൻ്റെ സൈഡിൽ നിന്നൊരു ഒബ്ജക്ഷൻ വന്നു. മാനേജ്മെൻറ്റ് സൈഡിൽ we tried our best. I hope you can understand. Take care. So hello. ആനന്ദേട്ടാ, ഇതേ അമ്മ വിളിക്കും. ഹലോ അമ്മ. മോനെ ആനന്ദേ, പോയത് പോയി, നീ ഇനി അതോർത്ത് വിഷമിക്കണ്ട. മോൾക്കിനി നല്ല സ്പെഷ്യൽ സ്കൂൾ നല്ലത് നോക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ലല്ലോ. അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ഐ എം സോറി. എൻ്റെ ഒരു എടുത്തിയാടം കൊണ്ടല്ലേ നിനക്കിപ്പോൾ റിസൈൻ ചെയ്യണ്ടോന്ന്. ആനന്ദേട്ടാ, നമ്മുടെ മോൾക്ക് ഓട്ടിസം ആണെന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? മാറേണ്ടത് അവളല്ല, നമ്മളാണെന്ന്. ഇതിപ്പോൾ തെറാപ്പിയൊക്കെ ആയിട്ട് അവൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് പക്ഷെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നമ്മൾ ട്രൈ ചെയ്തു, ഇനിയും ട്രൈ ചെയ്യും. ആരില്ലേലും അവൾക്ക് നമ്മളുണ്ട്. ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കല്ലേ പ്ലീസ്, ഞാനല്ലേ. വെൺതാരവും ചിമ്മിടുന്നു
നെഞ്ചോരമാനി ചേർന്നിരുന്നു. ഇരുളാലെ നീറും നീളും രാവും നിനവാലെ തേടും തീരം ഓരോ നാളും അടരാതെ നീ ചിറകേറി പാറിപ്പോകും. നിഴലോരമായി കനി കനവേ നീ ഇനിയും കനവറിഞ്ഞു വാ അഴകി മിഴിയിൽ ഉലകം അറിഞ്ഞറിഞ്ഞു വാ. മോക്കിപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മേ ബി അത് കണ്ടിന്യൂസ് നമ്മൾ തെറാപ്പി കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി സെൻസറി ഇഷ്യൂസ് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്യുപ്പേഷണൽ തെറാപ്പി നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സോർട്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ വീടുകളിൽ ചെയ്യുമ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഷനും ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റും. തെറാപ്പി ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ. സ്കൂളിൽ പോയി തുടങ്ങിയോ? അഡ്മിഷൻ ശരിയായിട്ടില്ല. ട്രൈ ചെയ്യൂ, വിഷമിക്കേണ്ട, കീപ്പ് ഓൺ ട്രൈ. നമ്മളാണ് മാറേണ്ടത്. ഓക്കെ, നമ്മൾ അവർക്ക് വേണ്ടി വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നിറമെഴും തിരികളായി അരികിൽ നീ ഇന്നോടി വാ. ആനന്ദേ, സൺഡേ ആണ് കേട്ടോ പരിപാടി. ഞാൻ ഒന്നുകൂടെ ഓർമ്മിച്ചതേ ഉള്ളൂ. നിങ്ങൾ 3 പേരോട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് അങ്ങ് എത്തിയേക്കണം. ഓക്കെ? കനി കനവേ നീ ഇനിയും കനവറിഞ്ഞു വാ അഴകി മിഴിയിൽ ഉലകം അറിഞ്ഞറിഞ്ഞു വാ. സാറ് വിളിക്കുന്നുണ്ട്. ആനന്ദ് അപ്രോച്ച് ചെയ്യുന്ന ഫസ്റ്റ് കോളാണോ ഇത്? അല്ല സർ. അപ്പോൾ മുമ്പത്തെ അനുഭവം?
മോശമായിരുന്നു. ആ ആ ആനന്ദിൻ്റെ വിശദമായ റിപ്പോർട്ട് ഞാൻ മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്തു. ആശയം ഓട്ടിസം ഫ്രണ്ട്ലി ക്ലാസ് റൂം. അത് നമുക്ക് ഈ സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഫ്രം കമ്മിങ് അക്കാഡമിക് ഇയർ. നമുക്കല്ലേ മാറാൻ പറ്റുമോ ആനന്ദ്? പിന്നെ ഈ സ്കൂളിൻ്റെ മറ്റ് ഫ്രാഞ്ചൈസിൽ കൂടെ നമുക്ക് ഈ ഫെസിലിറ്റി പ്രൊമോട്ട് ചെയ്യാം. അതിൻ്റെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആനന്ദിൻ്റെ സഹായം ആവശ്യം വരും. സർ, വിത്ത് പ്ലഷർ സർ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഷുവർ സർ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. വർഷേ, ഹലോ എവ്രി വൺ, നമ്മുടെ ഫംഗ്ഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ഇത് നമ്മുടെ ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ആമിക്കുട്ടി ഇവിടെ സുന്ദരിയായി വന്നിരിക്കുന്നുണ്ട്. ആമിക്കുട്ടിയുടെ കൂട്ടുകാരും ഉണ്ട്. എല്ലാവരെയും നമുക്കൊന്ന് ഓൺ ആക്കാൻ വേണ്ടി ഒരു പാട്ടിലേക്ക് പോയാലോ? അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം. ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ? വാ, എന്നെ ഇവിടെ തന്നെ ഇരിക്കുന്നു. വാ, പരിപാടിയൊക്കെ തുടങ്ങാറേ, പെട്ടെന്ന്. ആഹാ, മോക്കുള്ള ഭക്ഷണമാണോ? പക്ഷേ അതിങ്ങ് വെച്ചേര്. ടെൻഷൻ ആവണ്ട, ഇവിടെ ഉണ്ടോ അതങ്ങ് വെച്ചേര്. ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങൂ നീ, ആകാശത്തു ഞാലാടു നീ, കാണാക്കിന കണ്ടുറങ്ങൂ നീ. ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങൂ നീ, ആകാശത്തു ഞാലാടു നീ, കാണാക്കിന കണ്ടുറങ്ങൂ നീ. ഹായ് ഓൾ. സോ എല്ലാവരെയും കേക്ക് കട്ടിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഓൾ ജോയിൻ.
കൂറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നൊന്നു കാണായി വരും. കൽക്കണ്ട കുന്നിൻ്റെ ഉച്ചിയില ചെല്ലുമ്പം അമ്പിളിത്തം ഒരു മിനിറ്റ്, കുട്ടികളെല്ലാരും വന്നേ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. കോലത്തെത്തുമ്പോൾ ചേർന്നേക്ക് മോളെ. അവിടങ്ങെന്നു അവിടെ പാൽക്കാവടിയുണ്ട്. അരികെ പായസപ്പുഴയുണ്ട്. അവിടെ കാത്തോരമ്മയിരിപ്പുണ്ട്. പലപ്പോഴായി ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിയ ഒരു ചോദ്യം, വിച്ച് ഈസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്? എന്നാലിപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. മാറ്റിനിർത്തലുകൾ മാത്രം കിട്ടിയിരുന്ന ഞങ്ങളെ ചേർത്ത് പിടിച്ച ഈ മൊമെന്റ്, എന്നോ മാഞ്ഞ ചിരി ആനന്ദേട്ടന് തിരികെ കിട്ടിയ ഈ മൊമെന്റ്, ദിസ് ഈസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്.